Hi dear students, in this class we are going to discuss the combination of capacitors. In the last classes we are discussed about capacitors, the capacitance of parallel plate capacitor, what will happen when a dielectric is introduced between the parallel plate capacitor, then energy stored in a capacitor. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ ആണ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഇതിൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ മെയിനായിട്ട് നമുക്ക് രണ്ട് കോമ്പിനേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ആദ്യം നമുക്ക് സീരീസ് കോമ്പിനേഷൻ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് സീരീസ് കോമ്പിനേഷൻ? ഇപ്പോൾ മൂന്ന് കപ്പാസിറ്റേഴ്സ് എടുക്കുക. ഓക്കെ, മൂന്ന് കപ്പാസിറ്റേഴ്സ്, ഒരു കപ്പാസിറ്റർ, അത് കഴിഞ്ഞിട്ട് വേറൊരു കപ്പാസിറ്റർ, അത് കഴിഞ്ഞിട്ട് വേറൊരു കപ്പാസിറ്റർ. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ, മൂന്ന് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തത് എങ്ങനെയാണ്? ഒരു കപ്പാസിറ്റർ, അത് കഴിഞ്ഞിട്ട് വേറൊരു കപ്പാസിറ്റർ, അത് കഴിഞ്ഞിട്ട് ഒരു കപ്പാസിറ്റർ. അതായത് ഇതിനെ നമ്മൾ എൻഡ് ടു എൻഡ് കണക്ഷൻ എന്നാണ് പറയുക. എന്താ പറയുക? എൻഡ് ടു എൻഡ് കണക്ഷൻ. ഒരു കപ്പാസിറ്ററിൻ്റെ എൻഡിൽ അടുത്ത കപ്പാസിറ്റർ, അതിൻ്റെ എൻഡിൽ അടുത്ത കപ്പാസിറ്റർ. ഈ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സീരീസ് കോമ്പിനേഷൻ. എന്താ വിളിക്കുക നമ്മൾ? സീരീസ് കോമ്പിനേഷൻ. സപ്പോസ് ഇത് നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വോൾട്ടേജ് വി ആണ്, കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണ്? വി ആണ്. ഇങ്ങനെ സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ മൂന്ന് കപ്പാസിറ്റേഴ്സ് C1, C2, C3 മൂന്ന് കപ്പാസിറ്റേഴ്സ്. ഇപ്പോൾ നമുക്ക് 4 വേണമെങ്കിൽ 4 എടുക്കാം, ഞാൻ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് കപ്പാസിറ്റർ ഈ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാർജ് എന്ന് പറയുന്നത് സീരീസ് കോമ്പിനേഷനിലാണെങ്കിൽ ഓരോരു കപ്പാസിറ്ററിലും ഉള്ള ചാർജ് Q എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ചാർജ് വിൽ ബി സെയിം. ചാർജ് ഈസ് സെയിം ഫോർ ഈച്ച് കപ്പാസിറ്റേഴ്സ്. ഓരോരു കപ്പാസിറ്ററിനും ചാർജ് സെയിം ആയിരിക്കും. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓരോരു കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1, ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V2, ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3. ഈ രീതിയിലായിരിക്കും. അതായത് അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡിഫറെൻറ്റ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്. ഒന്ന് V1 ആണ്, മറ്റേത് V2 ആണ്, V3 ആണ്. നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വോൾട്ടേജ് എത്രയാണ്? V ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് സ്പ്ലിറ്റ് ആയിട്ട് പോവാണ് ചെയ്യുന്നത്. അക്രോസ് C1 എത്രയാണ്? V1 ആണ്, പ്ലസ് V2 പ്ലസ് V3. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഓരോരു കപ്പാസിറ്ററിലും എന്താണ്? സ്പ്ലിറ്റ് ആയിട്ട് പോവാണ്. ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ V1 പ്ലസ് V2 പ്ലസ് V3. സോ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണേ, പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. ചാർജ് സെയിം ആണ് സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ, പൊട്ടൻഷ്യൽ എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാലോ Q ഈസ് ഈക്വൽ ടു CV. നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. Q ഈസ് ഈക്വൽ ടു ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ Q ഈസ് ഈക്വൽ ടു CV ആണ്. അപ്പോൾ V ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? V ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മൂന്ന് കപ്പാസിറ്റേഴ്സ് മാറ്റിയിട്ട് ഒരു ഈക്വലൻ്റ് കപ്പാസിറ്റർ, അല്ലെങ്കിൽ ഇതിന് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയാം, ഈ 3 മാറ്റിയിട്ട് പകരം 1 വെക്കുകയാണ്. ആ 1 എന്തായിരിക്കണം? ഇതിൻ്റെ 3 എന്തുണ്ടാവും? എഫക്റ്റ് ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. സോ ദിസ് ഈസ് റിമൂവ്ഡ് ബൈ എൻ ഇക്വലൻ്റ് കപ്പാസിറ്റർ, ദാറ്റ് ഈസ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് CEF എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ കപ്പാസിറ്റൻസ് ഈ 3 കപ്പാസിറ്റർ മാറ്റിയിട്ട് പകരം ഞാൻ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ എല്ലാം എഫക്റ്റ് ഉള്ള ഒരു കപ്പാസിറ്റർ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ V ഈസ് ഈക്വൽ ടു എന്താണ്? Q ഡിവൈഡഡ് ബൈ V ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C, അല്ലെ, V ഈസ് ഈക്വൽ ടു ഈ C ഇങ്ങോട്ടേക്ക് വരുമ്പോൾ Q ഡിവൈഡഡ് ബൈ C, Q ഇൻറ്റു C എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഏത്? ഈ 3 കപ്പാസിറ്ററും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്തു. സോ Q ഡിവൈഡഡ് ബൈ C എഫക്റ്റീവ് എന്ന് കൊടുക്കാം. ചാർജ് എല്ലാവരുടെയും സെയിം ആണ്. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ വളരെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് അത്. ചാർജ് ഈസ് സെയിം ഫോർ ഈച്ച് കപ്പാസിറ്റർ. സോ Q ഡിവൈഡഡ് ബൈ C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു V1 ഈസ് ഈക്വൽ ടു എന്താണ്? Q ഡിവൈഡഡ് ബൈ C1 പ്ലസ് Q ഡിവൈഡഡ് ബൈ C2 പ്ലസ് Q ഡിവൈഡഡ് ബൈ C3 എന്ന് കിട്ടും. ഓക്കെ, സോ Q ഡിവൈഡഡ് ബൈ C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ C1. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C1ലുള്ള ചാർജും Q ആണ്,
C2 ലുള്ള ചാർജ് Q ആണ്, C3 ലുള്ള ചാർജ് Q ആണ്. എല്ലാടെയും ചാർജ് സെയിം ആണ്. ദാറ്റ് ഈസ് Q ഡിവൈഡഡ് ബൈ C1 പ്ലസ് Q ഡിവൈഡഡ് ബൈ C2 പ്ലസ് Q ഡിവൈഡഡ് ബൈ C3. Q നമുക്ക് ക്യാൻസൽ ചെയ്യാം. എല്ലാ ടേമിലും Q ഉള്ളത് കൊണ്ട് Q ക്യാൻസൽ ചെയ്യാം. സോ 1 ബൈ C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ബൈ C1 പ്ലസ് 1 by C2 plus 1 by C3. It is very, very, very important equation. When three capacitors are connected in series, the equivalent capacitance, effective capacitance is equal to 1 by C1 plus 1 by C2 plus 1 by C3. ഇനിയിപ്പോൾ n capacitors ഉണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ equivalent capacitance എന്തായിരിക്കും? 1 by C effective is equal to 1 by C1 plus 1 by C2 plus etc. plus 1 by Cn. Cn വരെ പോകണം. ഇപ്പോൾ 4 ആണെങ്കിൽ 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 പ്ലസ് 1 ബൈ C4. അപ്പോൾ ഈ രീതിയിലാണ് സീരീസ് കോമ്പിനേഷനിൽ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണ് ഇക്വേഷൻ? 1 ബൈ C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ Cn. n കപ്പാസിറ്റേഴ്സ്. ഫോർ 3 കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഫോർ ഈച്ച് കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആയിരിക്കും. ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ എൻഡ് ടു എൻഡ് കണക്ഷൻ ആണെന്ന് സീരീസ് കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പാരലൽ കോമ്പിനേഷൻ ഞാൻ 3 കപ്പാസിറ്റേഴ്സിന് എടുക്കുകയാണ്. 3 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് പാരലൽ. ഓക്കെ, 3 കപ്പാസിറ്റേഴ്സ് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സോഴ്സ് ബാറ്ററി ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് C1, C2 ആൻഡ് C3 അല്ലെ, ഒരു കോമൺ പോയിന്റ് എന്നാണ് ഈ 3 കപ്പാസിറ്റേഴ്സും 2 കോമൺ പോയിന്റ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത് അല്ലേ. ഈ എല്ലാ കപ്പാസിറ്റർ ടെർമിനൽസ് എന്താണ്? കോമൺ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ വിൽ ബി സെയിം. എന്തിൻ്റെ കേസിൽ? പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ വിൽ ബി സെയിം ഫോർ ഈച്ച് കപ്പാസിറ്റർ. സെയിം ഫോർ ഈച്ച് കപ്പാസിറ്റർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. നേരത്തെ എന്താ പറഞ്ഞത്? ചാർജ് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും, പക്ഷേ ചാർജ് ഉണ്ടല്ലോ, ഒന്ന് Q1 ആയിരിക്കും, മറ്റേത് Q2 ആയിരിക്കും, മറ്റേത് എന്തായിരിക്കും? മൂന്നാമത്തേത് Q3 ആയിരിക്കും. ശ്രദ്ധിക്കണേ, ഓരോരു കപ്പാസിറ്ററിലൂടെയുള്ള ചാർജ് Q1, Q2 ആൻഡ് Q3 ചാർജ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, charge will be different for each capacitor. Charge will be different for each capacitor. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും, പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. നേരത്തെ ചാർജ് സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആണ്. ഇവിടെ എന്താണ്? ചാർജ് ഡിഫറെൻ്റ് ആണ്, പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ചാർജ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടോട്ടൽ ചാർജ് Q ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? കുറച്ച് ഇവിടെ കുറച്ച് Q2 കുറച്ച് അല്ലേ, കുറച്ച് C1 അക്രോസ് ആയിട്ട് Q1 ഉണ്ട്, C2 അക്രോസ് ആയിട്ട് Q2, C3 അക്രോസ് ആയിട്ട് Q3 അല്ലേ. സോ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ Q1 പ്ലസ് Q2 പ്ലസ് Q3 അല്ലേ. കാരണം ഓരോരോ ചാർജ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. ടോട്ടൽ നമ്മൾ കൊടുക്കുന്ന ചാർജ് എന്ത് ചെയ്തിട്ടുണ്ട്? Q1 പ്ലസ് Q2 പ്ലസ് Q3. ഇനി ഇതിനെ നമ്മൾ ഈ 3 കപ്പാസിറ്റർ മാറ്റിയിട്ട് ഒരു ഇക്വലൻ്റ് കപ്പാസിറ്റർ, ഒരു എഫക്റ്റീവ് കപ്പാസിറ്റർ വെച്ചിട്ട് നമ്മൾ മാറ്റി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുക, Q ഈസ് ഈക്വൽ ടു CV അല്ലേ. സോ C എഫക്റ്റീവ് ഇൻറ്റു V ഈസ് ഈക്വൽ ടു C1 ഇൻറ്റു V പ്ലസ് C2 ഇൻറ്റു V പ്ലസ് C3 ഇൻറ്റു V. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, Q ഈസ് ഈക്വൽ ടു CV ഇക്വേഷന് പ്രശ്നമൊന്നുമില്ല അല്ലേ. ഈ 3 കപ്പാസിറ്റർ മാറ്റിയിട്ട് ഞാൻ കൊടുത്തതാണ് ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, C എഫക്റ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. V ആണ് എല്ലാവരുടെയും പൊട്ടൻഷ്യൽ എടുത്തിട്ടുള്ളത്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ത്രൂ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി സെയിം. ഫോർ ഈച്ച് കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് V വിൽ ബി സെയിം. അപ്പോൾ V സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? C1 ഇൻറ്റു V പ്ലസ് C2 ഇൻറ്റു V പ്ലസ് C3 ഇൻറ്റു V. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C എഫക്റ്റീവ് ഇൻറ്റു V. അപ്പോൾ ഈ V എല്ലാ ടേമിലും കോമൺ അല്ലേ. അപ്പോൾ V ക്യാൻസൽ ചെയ്തു, ബാക്കി എന്താ ഉള്ളത്? C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു C1 plus C2 plus C3. C effective is equal to C1 plus C2 plus C3. അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ, if 3 capacitors are connected parallel, then potential will be same but charge will be different. That is Q is equal to Q1 plus Q2 plus Q3. The effective capacitance or equivalent capacitance C effective is equal to
C1 പ്ലസ് C2 പ്ലസ് C3. ഇവിടെ n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? C effective is equal to C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര പ്ലസ് Cn. n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ 2 കപ്പാസിറ്റർ ഉള്ളെങ്കിലോ C1 പ്ലസ് C2 എടുത്താൽ മതി. 3 കപ്പാസിറ്റർ ഉണ്ടെങ്കിലോ C1 പ്ലസ് C2 പ്ലസ് C3 എടുക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2 കോമ്പിനേഷൻ ആണുള്ളത്. ഒന്നെന്താണ് സീരീസ് കോമ്പിനേഷൻ, മറ്റേത് പാരലൽ കോമ്പിനേഷൻ. എൻഡ് ടു എൻഡ് കണക്ഷൻ ആണെങ്കിൽ സീരീസ് കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെയിം കോമൺ പോയിന്റിൽ അല്ലേ ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതാണെങ്കിൽ പാരലൽ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആയിരിക്കും, പാരലൽ കോമ്പിനേഷനിൽ ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. സീരീസ് കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻ്റ് ആണ്, പക്ഷേ പാരലൽ കോമ്പിനേഷനിൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്, എല്ലാത്തിലും V ആണ്. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് 1/C effective is equal to 1/C1 plus 1/C2 plus 1/C3. In the case of when you are taking 3 capacitors. ഇനി നമ്മൾ 3 capacitors പാരലലായിട്ട് എടുക്കുന്നതെങ്കിൽ C effective is equal to C1 plus C2 plus C3. അപ്പോൾ ആ ഇക്വേഷൻ അറിയാം, എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് ഇവിടെ സെയിം ഡിഫറൻറ്റ് എന്തൊക്കെ അതും അറിയാം. അപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹാഫ് CV² അല്ലെ, ഹാഫ് ഇൻറ്റു Q ഇൻറ്റു V Q² ഡിവൈഡഡ് ബൈ 2C. അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഭാഗങ്ങളാണ് എന്ത് ചെയ്യുന്നത് പ്രോബ്ലമാറ്റിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത് കപ്പാസിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമുക്ക് ഇനി പ്രോബ്ലംസിലേക്ക് കിടക്കാം. ഹിയർ വി ഹാവ് എ പ്രോബ്ലം ഫ്രം കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഫിഗർ തന്നിട്ടുണ്ട്. 2 മൈക്രോഫാരഡ് 4 മൈക്രോഫാരഡ് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഒരു 12 വോൾട്ട് ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, ദാറ്റ് ഈസ് C effective. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ, ഈച്ച് കപ്പാസിറ്ററിലുള്ള ചാർജ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് പൊട്ടൻഷ്യൽ ഇൻ ഈച്ച് കപ്പാസിറ്റൻസ്. ഓക്കെ, ഈച്ച് കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യൽ. ഫൈൻഡ് എനർജി ഇൻ ഈച്ച് കപ്പാസിറ്റർ. അപ്പം 4 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ആദ്യം എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം, പിന്നെ ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ കണ്ടുപിടിക്കണം, പിന്നെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം, പിന്നെ എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. ഇവിടെ 2 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് C1 is equal to, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഫസ്റ്റിലത്തെ ആൻസർ C1 is equal to 2 മൈക്രോഫാരഡ്. അതേപോലെ C2 is equal to 4 മൈക്രോഫാരഡ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C effective is equal to 1/C1 plus 1/C2 is equal to, ഇത് നമ്മൾ പഠിച്ചതാണ്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താണ്? 1/C1 plus 1/C2 ആണ്. അപ്പോൾ 1/C1 എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 2 മൈക്രോഫാരഡ് പ്ലസ് 1/4 മൈക്രോഫാരഡ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 1 into 4 4, 4 plus 2 6 ഡിവൈഡഡ് ബൈ 2 into 4 എത്രയാണ്? 8 ആണ്. 6/8 നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? 3/4 മൈക്രോഫാരഡ് എന്ന് കിട്ടും. വളരെ ശ്രദ്ധിക്കുക, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ല നമുക്കിപ്പോൾ കിട്ടിയത്. ശരിക്കും നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? 1/C effective ആണ് അല്ലേ? 1/C effective is equal to ആണ് 1/C1 plus 1/C2 അല്ലേ? 1/C1 plus 1/C2. അപ്പോൾ 1/2 plus 1/4 ചെയ്ത് കഴിഞ്ഞാൽ 1 into 4 4 plus 2 6 divided by 8 is equal to 3 divided by 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3/4 മൈക്രോഫാരഡ് 1/C effective ആണ്. അപ്പോൾ C effective കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? C effective is equal to, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. 1/C effective 3/4 ആണെങ്കിൽ C effective is equal to 3 ആയിരിക്കും, 4/3 ആയിരിക്കും. 4/3 മൈക്രോഫാരഡ് എന്ന് കിട്ടും. നമുക്ക് എത്രയാണ് കിട്ടുക? 4/3 മൈക്രോഫാരഡ് ഈസ് ദി എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റർ. ഈച്ച് കപ്പാസിറ്ററിലുള്ള ചാർജ് കണ്ടുപിടിക്കണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ചാർജ് വിൽ ബി സെയിം അറ്റ് ഈച്ച് കപ്പാസിറ്ററിലുള്ള ചാർജ് സെയിം ആയിരിക്കും. ചാർജ് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ നമുക്കറിയാം, Q ഈസ് ഈക്വൽ ടു എന്താണ്? CV ആണ്. Q ഈസ് ഈക്വൽ ടു CV ആണ്. സോ ഇവിടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലേ? C effective ഇൻറ്റു V ആണ്. V തന്നിട്ടുണ്ട് എത്രയാണ്? 12 വോൾട്ട് ആണ്. അതേപോലെ C effective നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4/3 ആണ്. സോ 4/3 ഇൻറ്റു V എത്രയാണ്? 12 ആണ് അല്ലേ? അപ്പോൾ 12 ചെയ്ത് കഴിഞ്ഞാൽ 12 3 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ 4 കിട്ടി. 4 into 4 16 കുളും എന്ന് കിട്ടും. സോ ചാർജ് ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു CV ആണ്. C effective ഇൻറ്റു V ചെയ്താൽ നമുക്ക് 4/3 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 16 കുളും എന്ന് കിട്ടും. ഇനി അതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഇൻ ഈച്ച് കപ്പാസിറ്റർ. ഓരോ കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം.
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സീരീസ് കോമ്പിനേഷൻ ആകുമ്പോൾ പൊട്ടൻഷ്യൽ വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഈച്ച് കപ്പാസിറ്റർ. പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആണ്, പക്ഷേ ചാർജ് എന്താണ്, സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആണെങ്കിൽ V1 ഈസ് ഈക്വൽ ടു അല്ലേ, Q ഈസ് ഈക്വൽ ടു സി വി ആണെങ്കിൽ V ഈസ് ഈക്വൽ ടു Q/C ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുക്കണം, V1 ഈസ് ഈക്വൽ Q/C1 ചെയ്യണം. Q/C1 എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ C1 ഈസ് ഈക്വൽ ടു എത്രയാണ്, 2 ആണ്. ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 16/2 8 വോൾട്ട് എന്ന് കിട്ടും. സോ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 8 വോൾട്ട് ഒന്നാമത്തെ കപ്പാസിറ്ററിലും ബാക്കി എത്ര വോൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ V2 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. V2 ഈസ് ഈക്വൽ ടു എത്രയാണ്, Q/C2 ആണ്. ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ C2 ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 16 ഡിവൈഡ് ബൈ 4 എത്രയാണ്, 4 വോൾട്ട്. അപ്പോൾ 8 വോൾട്ട് C1 ഡ്രോപ്പായി, 4 വോൾട്ട് C2 ഡ്രോപ്പായി. ടോട്ടൽ എത്രയാണ് ഡ്രോപ്പ്, 12 വോൾട്ട്. അപ്പോൾ കൊടുക്കുന്ന 12 വോൾട്ട് ഈ രണ്ടിലും ആഡ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട് അല്ലേ, ഡ്രോപ്പ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. C1 8 ഡ്രോപ്പായി, C2 4 ഡ്രോപ്പായി, ടോട്ടൽ 12 വോൾട്ട്. നമ്മൾ കൊടുത്ത 12 വോൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, C1 C2 എത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, Q ഈസ് ഈക്വൽ ടു CV എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചാർജ് കാണാം. ചാർജ് എന്താണ്, സീരീസ് കോമ്പിനേഷനിൽ സെയിം ആണ്. അതേപോലെ V1 ഈസ് ഈക്വൽ ടു Q/C1 ആണ്, V2 ഈസ് ഈക്വൽ ടു Q/C2 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പൊട്ടൻഷ്യൽ വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഈച്ച് കപ്പാസിറ്റർ, ചാർജ് വിൽ ബി സെയിം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദി എനർജി ഇൻ ഈച്ച് കപ്പാസിറ്റർ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ എനർജി ഫസ്റ്റ് E1 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C1 ഇൻറ്റു V1 സ്ക്വയർ എന്നെടുക്കാം അല്ലേ. സോ ഹാഫ് ഇൻറ്റു എനർജി C1 ഈസ് ഈക്വൽ എത്രയാണ്, 2 ഇൻറ്റു V1 സ്ക്വയർ. V1 ഈസ് ഈക്വൽ എത്രയാണ്, 8 ആണ് അല്ലേ. 8 മൈക്രോ വോൾട്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇൻറ്റു 8 കിട്ടും. ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുക, ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 8 മൈക്രോ ജൂൾ. അതേപോലെ ഫിഫ്ത്ത് E2 ഈസ് ഈക്വൽ ടു എനർജി ഇൻ സെക്കൻഡ് കപ്പാസിറ്റർ. E2 ഈസ് ഈക്വൽ ടു എന്താണ്, ഇതേപോലെ തന്നെ ഹാഫ് ഇൻറ്റു C2 ഇൻറ്റു V2 സ്ക്വയർ, ഹാഫ് CV സ്ക്വയർ ആണ്. സോ ഹാഫ് ഇൻറ്റു C2 എത്രയാണ്, 4 ആണ്. 4 ഇൻറ്റു V2 സ്ക്വയർ എന്ന് പറയുമ്പോൾ വീണ്ടും 12 സ്ക്വയർ എടുക്കണം അല്ലേ. നമ്മൾ ഹാഫ് ഇൻറ്റു C1 ഇൻറ്റു V1 സ്ക്വയർ എടുത്തിട്ടില്ല, V1 സ്ക്വയർ എടുക്കണം. 8 സ്ക്വയർ ഈസ് ഈക്വൽ എത്ര വരും, നമുക്ക് 64 മൈക്രോ ജൂൾ ആണ് വരുന്നത്. 64 മൈക്രോ ജൂൾ. ഇവിടെ വരുന്നത് 2 ക്യാൻസലായി. അപ്പോൾ 2 ഇൻറ്റു 12 സ്ക്വയർ 288 മൈക്രോ ജൂൾ ആണ് വരുന്നത്. കാരണം ഹാഫ് ഇൻറ്റു C ഇൻറ്റു 12 സ്ക്വയർ അല്ല, V2 ഈസ് ഈക്വൽ എത്രയാണ്, 4 സ്ക്വയർ ആണ്. 4 സ്ക്വയർ ഈസ് ഈക്വൽ എത്ര വരും, നമുക്ക് ഹാഫ് ഇൻറ്റു C2 ഇൻറ്റു V2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 4 സ്ക്വയർ, 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ആണ്. ഈസ് ഈക്വൽ ടു 32 മൈക്രോ ജൂൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് പറഞ്ഞത്. അത് സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് 1/C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2, അത്രയും മൈക്രോ ഫാരഡ് കിട്ടി, 4/3 മൈക്രോ ഫാരഡ്. പിന്നെ പറഞ്ഞത് ചാർജ് ആണ്. ചാർജ് രണ്ട് സീരീസ് ആയതുകൊണ്ട് സെയിം ആണ്. Q ഈസ് ഈക്വൽ ടു C എഫക്റ്റീവ് ഇൻറ്റു V ആണ്, 4/3 ഇൻറ്റു V നമുക്ക് കിട്ടി. ഈക്വൽ ടു ഇൻറ്റു 12 ആണ്, ഈക്വൽ ടു 16 മൈക്രോ കൂളുംബ് കിട്ടി. അതിനുശേഷം പൊട്ടൻഷ്യൽ ഫോർ ഈച്ച് കപ്പാസിറ്റൻസ് ബൈ യൂസിങ് ദി ഇക്വേഷൻ Q/C1 ആൻഡ് Q/C2. അതിനുശേഷം എനർജി ഹാഫ് CV സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലം നമുക്ക് സീരീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പാരലൽ കോമ്പിനേഷനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ഇവിടെ ഫിഗർ വന്നിട്ടുണ്ട്. 3 കപ്പാസിറ്റേഴ്സ്, 1 മൈക്രോ ഫാരഡ്, 2 മൈക്രോ ഫാരഡ്, 3 മൈക്രോ ഫാരഡ് പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് വിത്ത് എ 4 വോൾട്ട് ബാറ്ററി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഈക്വലന്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അപ്പോൾ നമുക്കറിയാം എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നേരത്തെ പോലെ ഇത് സീരീസ് കോമ്പിനേഷൻ അല്ല, പാരലൽ കോമ്പിനേഷൻ ആണ്. സോ C എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 3 കപ്പാസിറ്റേഴ്സ് ആണുള്ളത്. സോ C1 പ്ലസ് C2 പ്ലസ് C3. വളരെ സിമ്പിളാണ്. പാരലൽ കോമ്പിനേഷനിൽ കപ്പാസിറ്റൻസ് ഈക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. സോ C എഫക്റ്റീവ് അല്ലെങ്കിൽ C ഈക്വലന്റ് ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3, ദാറ്റ് ഈസ് 1 പ്ലസ് 2 പ്ലസ് 3 is equal to 6 microfarad. So first question answer ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ചാർജ് ഇൻ ഈച്ച് കപ്പാസിറ്റേഴ്സ്. നമുക്കറിയാം സീരീസ് കോമ്പിനേഷനിലാണെങ്കിൽ ചാർജ് സെയിം ആണ്. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ചാർജ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഈച്ച് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഓരോന്നും കണ്ടുപിടിക്കണം. Q1 കണ്ടുപിടിക്കണം, Q2 കണ്ടുപിടിക്കണം, Q3 കണ്ടുപിടിക്കണം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. Q1 ഈസ് ഈക്വൽ ടു, നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു CV ആണ്. ഇവിടെ ചാർജ് ഡിഫറൻറ്റ് ആണെങ്കിലും പൊട്ടൻഷ്യൽ വിൽ ബി സെയിം. ഇവിടെ പൊട്ടൻഷ്യൽ എത്രയാണ്, നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ 4 വോൾട്ട് തന്നെയാണ് ഓരോ കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ്. കാരണം എന്താണ്,
പാരലൽ കോമ്പിനേഷനിൽ ഓരോ കപ്പാസിറ്ററിലും ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആയിരിക്കും, നമ്മൾ കൊടുത്ത വോൾട്ടേജ് ആയിരിക്കും. സോ Q1 is equal to C1 into V. C1 എത്രയാണ്? 1 മൈക്രോ ഫാരഡ്. സോ 1 ഇൻറ്റു വി എത്രയാണ്? വി നമ്മൾ 4 വോൾട്ട് ആണ് അല്ലേ? സോ 1 ഇൻറ്റു 4 is equal to 4 കുളം എന്ന് കിട്ടും. Q2 is equal to C2 ഇൻറ്റു വി ആണ്. സോ C2 is equal to എത്രയാണ്? 2 മൈക്രോ ഫാരഡ് ആണ്. വി is equal to 4 വോൾട്ട് ആണ്. സോ 2 ഇൻറ്റു 4 is equal to 8 കുളം എന്ന് കിട്ടും. ഇനി മൂന്നാമത്തത് Q3 ആണ്. Q3 is equal to C3 ഇൻറ്റു വി ആണ്. C3 is equal to how much? C3 is equal to 3 മൈക്രോ ഫാരഡ് ആണ്. സോ 3 ഇൻറ്റു വോൾട്ടേജ് എത്രയാണ്? 4 വോൾട്ട് ആണ്. സോ 3 ഇൻറ്റു 4 is equal to 12 കുളം എന്ന് കിട്ടും. സോ Q1 is equal to 4 കുളം, Q2 is equal to 8 കുളം, Q3 is equal to 12 കുളം. അതായത് ചാർജ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ കോമ്പിനേഷൻ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഇൻ ഈച്ച് കപ്പാസിറ്റർ. ശ്രദ്ധിക്കുക, ഓരോ കപ്പാസിറ്ററിലുള്ള പൊട്ടൻഷ്യൽ വിൽ ബി എന്തായിരിക്കും? സെയിം ആയിരിക്കും പാരലൽ കോമ്പിനേഷനിൽ. വി ഈസ് ഈക്വൽ ടു എന്താണ്? വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി ആണ് അല്ലേ? ക്യൂ ഈസ് ഈക്വൽ ടു സി വി അല്ലേ? സോ വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി ആണ്. ക്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ്? നമ്മളെ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 അല്ലേ? ക്യൂ ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 അല്ലേ? ക്യൂ ഈസ് ഈക്വൽ ടു ഇക്വലൻ്റ് ചാർജ് അത് എത്രയാണ് നമുക്ക് കിട്ടുക? 4 പ്ലസ് 8 പ്ലസ് 12 ഇസ് ഈക്വൽ ടു 12 പ്ലസ് 12 ഇസ് ഈക്വൽ ടു 24 കുളം. സി എഫക്റ്റീവ് എത്രയാണ്? 6 മൈക്രോ ഫാരഡ് ആണ്. സി എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 6 മൈക്രോ ഫാരഡ്. സോ വി ഇസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ? 24 ഡിവൈഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 4 വോൾട്ട് എന്ന് കിട്ടും അല്ലേ? 4 വോൾട്ട് എന്ന് കിട്ടി. സോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ Q ഡിവൈഡ് ബൈ സി ആണ്. Q ഇസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 ആണ്. ടോട്ടൽ ചാർജ് 24 കുളമാണ്. കാരണം ഓരോ ചാർജും എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓരോ കപ്പാസിറ്ററിലുള്ള ചാർജ് ഡിഫറൻ്റ് ആണ്. ഇനി ടോട്ടൽ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മൈക്രോ ഫാരഡ് ആണ്. സോ Q ബൈ സി ചെയ്ത് കഴിഞ്ഞാൽ 24 ഡിവൈഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 4 വോൾട്ട് എന്ന് കിട്ടും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എനർജി ഇൻ ഈച്ച് കപ്പാസിറ്റർ E1 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C1 ഇൻറ്റു V1 സ്ക്വയർ. ഹാഫ് CV സ്ക്വയർ ആണ് എനർജീൻ്റെ ഇക്വേഷൻ. ഫസ്റ്റ് കപ്പാസിറ്ററിലുള്ള എനർജി ഹാഫ് ഇൻറ്റു C1 ഇൻറ്റു V1 സ്ക്വയർ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു C1 എത്രയാണ്? 1 ആണ്. 1 ഇൻറ്റു V1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ. ഓക്കെ, 4 സ്ക്വയർ 16 ആണ്. 16/2 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു 1 ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെയാണ് കിട്ടുക. 16/2 എത്രയാണ്? 8 മൈക്രോ ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ഇത് E1 ആണ്. ഇനി നമുക്ക് E2 കാണണം, അതേപോലെ E3 കാണണം. E2 ഞാനിവിടെ കാണാം. E2 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C2 ഇൻറ്റു V2 സ്ക്വയർ അല്ലേ? ഹാഫ് CV സ്ക്വയർ അല്ലേ? ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C2 എത്രയാണ്? 2 മൈക്രോ ഫാരഡ് ആണ്. സോ 2 ഇൻറ്റു V2 എത്രയാണ്? V2 ഈസ് ഈക്വൽ അല്ലേ? പൊട്ടൻഷ്യൽ സെയിം ആണ് അല്ലേ? 4 സ്ക്വയർ. സോ 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ 16 ആണ്. 16 ഡിവൈഡ് ബൈ 2 8 ആണ്. 8 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 16 മൈക്രോ ജൂൾ എന്ന് കിട്ടും. 16 മൈക്രോ ജൂൾ. ഇനി നമുക്ക് E3 കണ്ടുപിടിക്കാം. E3 ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C3 ഇൻറ്റു V3 സ്ക്വയർ അല്ലേ? V3 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V സ്ക്വയർ തന്നെയാണ് അല്ലേ? പൊട്ടൻഷ്യൽ ഇവിടെ സെയിം ആണ്. നമ്മൾ എല്ലായിടെയും നമുക്ക് എന്തെടുക്കാം? V എന്നെടുക്കാം. ഹാഫ് ഇൻറ്റു C2 ഇൻറ്റു V സ്ക്വയർ, ഹാഫ് ഇൻറ്റു C3 ഇൻറ്റു V സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C3 ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 മൈക്രോ ഫാരഡ് ആണ്. സോ 3 ഇൻറ്റു V സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4 സ്ക്വയർ എത്രയാണ്? 8 ആണ്. 8 ഇൻറ്റു ഡിവൈഡ് ബൈ 2 16 ഡിവൈഡ് ബൈ 2 8 ആണ്. 8 ഇൻറ്റു 3 എത്രയാണ്? 24 ജൂൾ ആണ്. 24 മൈക്രോ ജൂൾ അല്ലേ? മൈക്രോ ഫാരഡിൽ എടുത്തത് കൊണ്ട് എനർജി ഇത്ര കിട്ടുക നമുക്ക് അത്രയും മൈക്രോ ജൂൾ ആയിട്ടാണ് കിട്ടുക. സോ പാരലൽ കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ ആണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. അതായത് ഫൈൻഡ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. നമ്മൾ പാരലൽ ആണെങ്കിൽ C1 പ്ലസ് C2 പ്ലസ് C3. ചാർജ് ആണെങ്കിൽ ചാർജ് Q is equal to CV എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫോർ ഈച്ച് കപ്പാസിറ്റർ. പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? സെയിം ആയിരിക്കും. ഫോർ ഈച്ച് കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ വിൽ ബി സെയിം. ഇനി എനർജി ഇൻ ഈച്ച് കപ്പാസിറ്റർ നമുക്ക് ഹാഫ് CV സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഹിയർ വി ഹാവ് അനദർ പ്രോബ്ലം.
ഡയഗ്രത്തിൽ നമുക്ക് 3 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ അതിനോട് 2 മൈക്രോ ഫാരഡ് ഉള്ള 2 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അതിന് സീരീസ് ആയിട്ടാണ് ഈ 3 മൈക്രോ ഫാരഡ് വരുന്നത്. അതിനെല്ലാം പാരലായിട്ട് 4 മൈക്രോ ഫാരഡുള്ള വേറെ കപ്പാസിറ്ററിൻ്റെ 6 വോൾട്ട് ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ്, എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, അതേപോലെ ഫൈൻഡ് ചാർജ് ത്രൂ 3 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ. ഫൈൻഡ് ചാർജ് ത്രൂ 3 മൈക്രോ ഫാരഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നോക്കി ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. ഒരു 3 മൈക്രോ ഫാരഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 മൈക്രോ ഫാരഡ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ്, ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ മതി അല്ലേ? C1 പ്ലസ് C2 ആണ്. ഓക്കെ, സോ 2 + 2 = നമുക്ക് എന്താ കിട്ടുക? 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 3 മൈക്രോ ഫാരഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 4 മൈക്രോ ഫാരഡ് വരും. എന്തുകൊണ്ടാണ് 4 മൈക്രോ ഫാരഡ് വരുന്നത്? കാരണം ഇവിടെ 2ഉം പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ 2 + 2 = 4. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു കപ്പാസിറ്റർ ഉണ്ട് താഴെ, 4 മൈക്രോ ഫാരഡ്. ഓക്കെ, അത് എന്ത് ചെയ്തിട്ടുണ്ട്? 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയാണ്? 4 മൈക്രോ ഫാരഡ്. ഇനി ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ വരക്കാം? 3ഉം 4ഉം പാരലൽ സീരീസ് ആയിട്ടാണ് ഈ 3ഉം 4ഉം കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3ഉം 4ൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പറയുമ്പോൾ 1/C എഫക്റ്റീവ് = അല്ലേ? 1/C = 1/3 + 1/4 = 1/3 + 1/4. C = 4 × 3 / 4 + 3. 1/C = 1/3 + 1/4 ആണ്. ദാറ്റ് ഈസ് 4 + 3 / 4 × 3. C കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 × 3 / 4 + 3 ചെയ്താൽ മതി. സോ 12 / 4 + 3 = എത്രയാണ്? 7 ആണ്. 12 / 7. സോ നമുക്ക് എത്രയാണ് കിട്ടിയത്? 12 / 7. അതേപോലെ ഇവിടെ എത്ര കിട്ടും? 4 മൈക്രോ ഫാരഡ്. ഇത് രണ്ടും എന്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്? ഇത് രണ്ടും ഒരു 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് കിട്ടിയത് 12 / 7. അതേപോലെ ഇത് 4 മൈക്രോ ഫാരഡ്. ഇനി ഇത് രണ്ടും പാരലലാണ്. പാരലലാണെങ്കിൽ നമുക്കറിയാം, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 12 / 7. പാരലലാണെങ്കിൽ 12 / 7 + 4 = 12 + 4 × 7 നമുക്കറിയാം 28 ആണ്. ഡിവൈഡഡ് ബൈ 7 = 12 + 4 × 7 28 = 28 + 12 എത്രയാണ്? 40 ആണ്. 40 / 7. സോ നമുക്ക് ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടി എത്രയാണ്? 40 / 7. അത് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? 6 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 40 / 7 ആണ് ഇവിടെ ഈക്വലൻ്റ് കപ്പാസിറ്റൻസ്. C എഫക്റ്റീവ് = 40 / 7 മൈക്രോ ഫാരഡ്. അത്രയും എന്താണ്? മൈക്രോ ഫാരഡ് ആണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ചാർജ് ത്രൂ 3 മൈക്രോ ഫാരഡ്. 3 മൈക്രോ ഫാരഡിലൂടെയുള്ള ചാർജാണ്. ശ്രദ്ധിക്കണേ, സീരീസ് ആണെങ്കിൽ ചാർജ് സെയിം ആയിരിക്കും, പാരലൽ ആണെങ്കിൽ ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 3 മൈക്രോ ഫാരഡിൽ പോകുന്ന സെയിം ചാർജ് ആയിരിക്കും ഈ 2 മൈക്രോ ഫാരഡിൻ്റെയും 2 മൈക്രോ ഫാരഡിൻ്റെയും ഇക്വലൻ്റ് ആയ 4 മൈക്രോ ഫാരഡിലൂടെ പോകുന്ന ചാർജ്. ശ്രദ്ധിക്കുക, 3 മൈക്രോ ഫാരഡിലൂടെ പോകുന്ന സെയിം ചാർജാണ് ഈ 4 മൈക്രോ ഫാരഡിലൂടെ പോകുന്ന ചാർജും. കാരണം എന്താണ്? ഇവിടെ ചാർജ് സെയിം ആയിരിക്കും, കാരണം സീരീസ് കോമ്പിനേഷനാണ്. നമുക്ക് ഇവിടെയുള്ള ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. സോ Q = CV എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. Q = CV ആണ്. ഇവിടെയുള്ള C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് 12 / 7 ആണ്. ഇൻറ്റു V എത്രയാണ്? V നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 വോൾട്ട് ആണ്. ഇൻറ്റു 6 = 12 × 6 എന്ന് പറയുമ്പോൾ 72 / 7 = 72 / 7 = 10.2 സംതിങ് കുളും. 10.2 കുളും, അപ്രോക്സിമേറ്റ്ലി 10.2 കുളുമ്പാണ് കിട്ടുന്നത്. കാരണം ഇവിടെയുള്ള ചാർജ് 3 മൈക്രോ ഫാരഡിലൂടെയുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചിലൂടെയുള്ള ചാർജ് സെയിം ആയിരിക്കും, കാരണം സീരീസ് കോമ്പിനേഷനാണ്. സോ ഇതിൻ്റെ സീരീസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1/3 + 1/4 എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 12/7 ആണ്. ഓക്കെ, അപ്പോൾ ഈ 12/7ലൂടെയുള്ള ചാർജാണ് നമുക്ക് കാണേണ്ടത്. Q = C × 12/7 ഇവിടെ പൊട്ടൻഷ്യൽ എത്രയാണ്? 6 വോൾട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കാറുള്ളത്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റൻസിൽ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. സീരീസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി?
1/c effective is equal to 1/c1 plus 1/c2 plus ആ ഇക്വേഷൻ എടുക്കുക. ഇനി പാരലൽ ആണെങ്കിൽ 1/c effective is equal to c1 plus c2 ആ രീതിയിലുള്ള ഇക്വേഷൻ എടുക്കുക. അതേപോലെ ചാർജ്, അതേപോലെ പൊട്ടൻഷ്യൽ, ഈ സർക്യൂട്ട്സ് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്